എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ അമ്മ എന്തൊക്കെയാണോ നടക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്കർ സുനയെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിക്കർ സുനയുടെ പുതിയ പുതിയ വീഡിയോകളും സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവരിങ്ങനെ നമ്മുടെ ചാലൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചതാണ്, ഈ നിക്കർ സുന ഇനി എന്ന് തൊട്ടാണ് മെമ്പർഷിപ്പ് ലൈവ് ഒക്കെ ആയിട്ട് വരുന്നതെന്ന്. എന്തായാലും അധികം വൈകിട്ടില്ല. എന്തായാലും പുള്ളിക്കാരത്തി ഇൻസ്റ്റാഗ്രാമിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നിക്കർ സുനയുടെ ഇനി എന്ത് കാണാനിരിക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഇതേക്കുറിച്ച് നമ്മുടെ നിക്കർ സുന പറയുന്നത് നിങ്ങൾ ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ടാവും. എന്തായാലും ഞാനായിട്ട് ഉറയ്ക്കുന്നില്ല, എൻ്റെ ചാനലിൽ കൂടി നിങ്ങൾ ഇതൊന്ന് കേട്ടോളൂ. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. ഇപ്പം ഞാനൊരു വ്ളോഗുണ്ട്, അൾത്താഫ് വ്ളോഗ് എന്തോ സംതിങ്, ഒരു ചെറിയ കുഞ്ഞു വ്ളോഗാണ്. അയാളുടെ ആവശ്യം രേണുസുതി എന്നുള്ള പേര് മാറ്റാം. സൗകര്യമല്ല രേണുസുതി എന്നുള്ള പേര് മാറ്റാം, മനസ്സിലായോ? രേണുസുതി. കൊല്ലം സുധിച്ചേട്ടൻ എന്നെ നിയമപരമായിട്ട് സ്പെഷ്യൽ ആക്ട് പ്രകാരം 2017 മെയ് 7 തീയതി വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വൈഫായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ പേര് മാറ്റത്തില്ല കേട്ടോ. നിങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ പേര് മാറ്റുന്നത്. എനിക്ക് നാണമുണ്ടോന്ന് പുള്ളിയുടെ പേര് പറയാം. എടാ, നീ എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ ആരും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട്? എന്റെ കാര്യം നോക്കുക. റീച്ച് ആകാൻ വേണ്ടിയിട്ട് രേണുസുതിനെ മെക്കെട്ട് കയറേണ്ട കാര്യമില്ല. വെറുതെ അവിടെ ഇവിടെ പോകുന്ന കണ്ട വഴി പോകുന്നവനും അവിടെ പോകുന്നവനും ഇവിടെ പോകുന്നവനും രേണുസുതിന്റെ പേര് പറഞ്ഞ അങ്ങ് റീച്ച് അങ്ങ് നേടുക. രേണുസുതി മാത്രമേ ഉള്ളോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം? കൊള്ളാലോ. സുധിയുടെ പേര് മാറ്റാൻ സൗകര്യമില്ല, പേര് മാറ്റാൻ. രേണുസുതി തന്നെയാ കേട്ടല്ലോ. അപ്പൊ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാല് പുള്ളിക്കാരത്തി ഭയങ്കര ഹോട്ടായിട്ടൊക്കെ വരും എന്നുള്ള രീതിയിലാണ് കേട്ടോ പറയുന്നത്. അല്ല, ഈ ഒരു പുള്ളിക്കാരത്തിക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് ഈ പറയുന്ന ലീലാവിലാസങ്ങളൊക്കെ നടത്താനായിട്ട് പുള്ളിക്കാരത്തി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് സംഭവം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. കാരണം നമ്മൾ അത്തരത്തിലുള്ള വീഡിയോയിലൊന്നും കയറി കാണുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഈ തുമ്പി എന്നൊക്കെ പറയുന്ന ആ ഒരു കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളിക്കാരത്തിക്ക് റേറ്റ് വളരെ കുറവാണ്. പിന്നീട് ഉള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഇനി നമ്മുടെ നിഷാന അമ്മച്ചിയൊക്കെ ചെയ്യുന്ന പരിപാടിയാണോ അതും അറിയില്ല. അപ്പോൾ എന്തായാലും ഇവളുമാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു പുള്ളിക്കാരത്തിയുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ വടയൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. മാക്സിമം ഏതൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാലും വട മാക്സിമം പുറത്ത് കാണാനായിട്ട് ഇവർ ശ്രദ്ധിക്കാറുണ്ട്. അത് ചെറിയൊരു പോർഷൻ മാത്രമല്ല, നന്നായിട്ട് താഴെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർ ഈ പറയുന്ന ലൈവുകളൊക്കെ എടുത്തു കഴിഞ്ഞാലും വട കാണുന്നതിൽ വലിയ പുതുമയൊന്നുമില്ല. അത് കണ്ടു മടുത്തു. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാലിൻ്റെ സംഭവമാണ് കേട്ടോ. അതും അത്യാവശ്യം ഇവർ കാണിക്കുന്നുണ്ട്, മാക്സിമം ഇവർ കാണിക്കുന്നുണ്ട്. ഫുള്ള് കാണിക്കുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ഇനി വല്ല പറയുക, ഇനി അതിൽ കൂടുതലായിട്ട് ഇനി എന്ത് കാണിക്കുന്നതെന്ന് അറിയില്ല. ഓൾറെഡി ഇവർ വട കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ കുറച്ച് ആ ഒരു കുഴി പോലുള്ള ഒരു ഭാഗവും ഇവർ കാണിക്കുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഇവർ എന്ത് കാണിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. അതെൻ്റെ ഒരു ഭയങ്കര ഡൗട്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിയുടെ ആ ഒരു കുറച്ചുകൂടി താഴേക്ക് ബ്രസ്റ്റിൻ്റെ ഭാഗം കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇവർ മൊത്തം സ്പോഞ്ചല്ലേ വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്പോഞ്ച് കാണിക്കാൻ പറ്റൂ? അതാണ് എനിക്ക് പിടികിട്ടാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇനി സ്പോഞ്ച് എടുത്തു മാറ്റിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വല്ലതും ഉണ്ടാവോ അറിയില്ല കേട്ടോ. ഇനി സ്പോഞ്ചൊക്കെ എടുത്ത് മാറ്റിയിട്ട് കാണിക്കുമ്പോൾ എന്തവസ്ഥയായിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ ഇനി സ്പോഞ്ച് വെച്ചിട്ടാണോ കാണിക്കുന്നത്, സ്പോഞ്ച് എടുത്ത് മാറ്റിയിട്ടാണോ കാണിക്കുന്നത്, ഇനി സ്പോഞ്ച് വെക്കുന്ന രീതിയാണോ കാണിക്കുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പണ്ടാരം പോട്ടെ എന്നേ പറയാനുള്ളൂ. ഇനി ആ പണ്ടാരം ആ ഇൻസ്റ്റാഗ്രാമിനകത്ത് കിടന്ന് കറങ്ങട്ടെ, ഇങ്ങോട്ടൊക്കെ വരാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തൊക്കെ മനുഷ്യൻ ഇത്രയധികം അധപ്പതിച്ച് പോകുന്നുവല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്ത് പാടേത് ഈ കൊച്ചിന്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ കൊച്ചിനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇതിന്റെ മോനും ഉണ്ട് യൂട്യൂബ് ചാനല്. ശരിക്കും ഈ കൊച്ചിന് ഒരു മാസം തന്നെ വെറുതെ ഇരുന്ന് വേണമെങ്കിൽ 1 ലക്ഷം വരെ വേണമെങ്കിൽ സമ്പാദിക്കാമായിരുന്നു. കാരണം ഇവർക്ക് ഇവരുടെ യൂട്യൂബ് ചാനലിനെ നന്നായിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അവരുടെ മകന്റെ കാര്യവും നോക്കാൻ പറ്റിയാന്, ആ ഒരു കുഞ്ഞിനെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചിലെ ചൂടറിഞ്ഞ് കുഞ്ഞിന് വളരാനും പറ്റിയാന്, എല്ലാം നടന്നേനെ. പക്ഷെ ഇവിടെ ഈ ഒരു സ്ത്രീ ചെയ്തു വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ റീൽസ്, ഉദ്ഘാടനം, അതുപോലെ ബാർ ഡാൻസ് ഒക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് ഈ ഒരു ചെറിയ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല. ആ ഒരു കുഞ്ഞിനെ ഫോണിലൂടെയുള്ള ആ ഒരു സംഭവങ്ങൾ, വീഡിയോ കോള്, അങ്ങനെയൊക്കെയുള്ള സംഭവം അല്ലാതെ അതിനൊരു അമ്മയുടെ സ്നേഹം ശരിക്കും കിട്ടുന്നില്ല എന്ന് വേണം പറയാനായിട്ടുള്ളത്. അതാണ് ഇവിടെ വാസ്തവം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ. നേരെ മറിച്ച് ഇവർ അവരുടെ യൂട്യൂബ് ചാനലിൽ അവർ വീഡിയോസ് ഒക്കെ ഇട്ട് റീൽസ് ഒക്കെ ഇട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഇവരെ വെറുക്കുന്ന എല്ലാവരും ഇവരെ ചേർത്ത് പിടിച്ചേനെ.
നമുക്കറിയാം യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇവര് ലൈവിൽ ഒരു ദിവസം 2 ലൈവ് മാത്രം വന്നാൽ മതിയായിരുന്നു. ഇവർക്ക് ആ ഒരു ലൈവിൽ വരുന്ന ആളുകളൊക്കെ ഇവരോടുള്ള സ്നേഹവും ബഹുമാനവും സഹതാപവും ഒക്കെ കൊണ്ട് പൈസയൊക്കെ കൊടുത്താനെ, അത് മതിയായിരുന്നു ഇവർക്ക്. പക്ഷെ ഇവർ ആഗ്രഹിക്കുന്നത് അതല്ല. നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ കിടന്ന് കറങ്ങുക. ഇങ്ങനെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇവരുടെ വീഡിയോസൊക്കെ ഏത് കണ്ടു നോക്കിയാലും ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു പിടിക്കാനുള്ള ഒരു ഇതില്ലാണ്ട് അവർക്ക് നേരെ മണ്ണം നിൽക്കാൻ പറ്റില്ല. അതായത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഭാഷയെ പറയാം. അതായത് നമ്മൾ ഇപ്പോൾ ഈ പടവലം, അതുപോലെ പാവല്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ പയറ്, ഇതൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് ഒരു തൈച്ചെടിയുടെ പരുവം കഴിയുമ്പോഴത്തേക്ക് അതിനൊരു താങ്ങ് കൊടുക്കണം പടർന്ന് കയറി പോവാനായിട്ട്. അല്ലാതെ അത് ഒരിക്കലും നന്നായിട്ട് പടർന്ന് കയറി വരത്തില്ല, അല്ലെങ്കിൽ അത് തറയിൽ കൂടെ പടർന്നങ്ങ് പോകും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിനൊരു താങ്ങ് കൊടുക്കും. അതുപോലെയാണ് ഈ ഒരു സ്ത്രീയുടെ അവസ്ഥ. അവർക്ക് നേരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും നെഞ്ചത്ത് ഇങ്ങനെ ചാരിക്കിടക്കണം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ അപകീർത്തിപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതിനോ അപമാനിക്കുന്ന അങ്ങനെ ഒന്നും വെച്ചിട്ട് പറയുന്നതല്ല കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എടുത്ത് പറയുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും യൂട്യൂബ് ചാനൽ നടത്തുകയാണെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനലിലുള്ള പബ്ലിസിറ്റി, ലൈവ്, കുക്കിംഗ് വീഡിയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് വേണമെങ്കിലും ചെയ്യാം, കുഞ്ഞിനെ ലാളിക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ എന്ത് സ്വന വേണമെങ്കിലും എടുത്തിടാം. പക്ഷെ അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലെ പടർന്നു കയറാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ പടർന്നു കയറണമെങ്കിൽ എന്ത് ചെയ്യണം, തറയിൽ ഒരു ഊന്ന് കൊടുത്ത് നിർത്തിയിരിക്കണം. അതൊരു മടലായാലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരക്കമ്പൊക്കെ ആണെങ്കിൽ ഒടിഞ്ഞടിച്ച് വീഴും. പിന്നെ ഒരു കാര്യമുണ്ട്, ആരോഗ്യമില്ലാത്തതിൻ്റെ മരക്കമ്പി ചരിയിലും കുഴപ്പമൊന്നുമില്ല. മരക്കമ്പ് ഒടിയുമെന്ന് പേടിക്കണ്ട, ഇവരൊടിഞ്ഞാലും മരക്കമ്പ് ഒടിയത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഊന്ന് കൊടുക്കണം, ഊന്ന് നിർബന്ധമാണ്. അപ്പോൾ ഊന്ന് കൊടുത്തതിന് ശേഷം മാത്രമേ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലാണെങ്കിൽ പടർന്ന് കയറാൻ പറ്റത്തുള്ളൂ. ഇതാണെങ്കിൽ പിന്നെ ഫ്രീ ആയിട്ട് കുറേ പേരിങ്ങനെ നിരന്ന് നിൽക്കുകയാണല്ലോ, എങ്ങോട്ട് വേണമെങ്കിലും പടർന്ന് കയറാന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊന്നും ഇവിടെ നടക്കത്തില്ല. യൂട്യൂബ് ചാനൽ വീട്ടിലുള്ള പരിപാടികളാണെങ്കിൽ പടർന്നു കയറ്റം നടക്കത്തില്ല. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തടി വെച്ച് ഊന്ന് കൊടുക്കേണ്ടി വരും, ഒരു കമ്പ് വെച്ച് ഊന്ന് കൊടുക്കേണ്ടി വരും. റീൽസൊക്കെ എടുക്കാൻ പോവുക, ഷോർട്ട് ഫിലിം, ആൽബം ഒക്കെ ആണെങ്കിൽ പടർന്ന് കയറാനായിട്ട് ഒരുപാട് സംഭവങ്ങൾ അടുത്തടുത്തുണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മുടെ കണ്ണാപ്പിയുണ്ട്, ദാസേട്ടൻ കണ്ണാപ്പിയുണ്ട്, പ്രതീഷ് ഡുണ്ടുമോനുണ്ട്, അതുപോലെ വേറൊരുത്ത ഉണ്ടല്ലോ വിഷ്ണു കുട്ടുമോൻ, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എങ്ങോട്ട് വേണേലും പടർന്ന് കയറാം, പടർന്ന് കയറാതെ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. എന്തായാലും ഇപ്പോൾ മെമ്പർഷിപ്പ് ലൈവിലൂടെയൊക്കെ പടർന്ന് കയറാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. യൂട്യൂബിലുണ്ട് കേട്ടോ മെമ്പർഷിപ്പ് ലൈവ്, അതിൽ കൂടെയൊക്കെ വന്നൊന്ന് പടർന്ന് കയറാനായിട്ട് നോക്കിക്കോ. ഇവിടെ യൂട്യൂബിൻ്റെ അധിപതിയായിട്ട് അല്ലെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ കുലപതിയായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ നിഷാന ചേച്ചിയൊക്കെയാണ്. നിഷാന അമ്മച്ചി, ചേച്ചിയല്ല അമ്മച്ചി, നിഷാന അമ്മച്ചി, നിഷാശ്രീ അമ്മച്ചി, അഞ്ജിത നായർ അമ്മച്ചി, അതുപോലെ തന്നെ എന്താണ് നിമിഷ ബിജു അമ്മച്ചി, അങ്ങനെ കുറേ അമ്മച്ചിമാരുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂടെ തന്നെ നിങ്ങൾക്കും കൂടി നിക്കർ സുന, നിക്കർ വിധവ എന്നുള്ള ഒരു അമ്മച്ചിയും കൂടി ആയിക്കോട്ടെ. എന്താ 11:30 ആകുമ്പോഴത്തേക്ക് ഒരു സ്പെഷ്യൽ ലൈവിൽ വന്നിട്ട് ഇന്ന് അടിച്ചു പൊളിക്കാം, ഇന്ന് ഞാൻ ബിക്കിനി ഇട്ടുകൊണ്ട് വരുന്നു, ഞാൻ ഇന്ന് കൊക്കിനി ഇട്ടുകൊണ്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലൈവും കൂടി വന്നാൽ മതി. ഇഷ്ടംപോലെ ആളുകൾ ഇതേ കണ്ണിങ്ങനെ തള്ളി വെച്ച് കണ്ണിൻ്റെ താഴെ ഈർക്കിലൊക്കെ വെച്ചിട്ട് കാത്തു കെട്ടി ഇരുന്നോളും കാണാനായിട്ട്. ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളുണ്ടല്ലോ. പക്ഷെ അപ്പോഴും എനിക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് വല്ലതും ഉണ്ടാവോ കാണാനായിട്ട്? അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കെട്ട് കണക്കിന് കിടപ്പുണ്ട് കാണിക്കാനായിട്ട്. മത്തങ്ങയും വത്തക്കയും ഒക്കെ ഒരുപാട് കൃഷിയുള്ള ആളുകളാണല്ലോ അവരൊക്കെ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണക്കമുന്തിരിങ്ങ പോലും ഇല്ല, സ്പോഞ്ച് എടുത്ത് മാറ്റേണ്ടി വരും. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും അവരുടെ ആ ഒരു ഇതിൽ പോയിട്ട് ചേരുക, എല്ലാവരും പോയി കാണുക, കണ്ടിട്ട് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്ത് ഇടേ, നമ്മളും കൂടെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കാണട്ടെ, കണ്ടിട്ട് വീഡിയോ ചെയ്യട്ടെ. അതേ പറയാനായിട്ടുള്ളൂ. മനുഷ്യൻ ഇത്രയും അധപ്പതിച്ചു പോയാൽ പിന്നെ എന്ത് ചെയ്യാനാണല്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിലും ആ ഒരു പാവം കൊച്ചി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവൾക്ക് നിങ്ങൾ കൊണ്ട് കൊടുക്കുമോ? പാവം നിക്കർ വിധവ, പാവം കുട്ടി എന്ന് പറഞ്ഞ് ഒറ്റരെണ്ണം എൻ്റെ ചാനലിൻ്റെ പരിസരത്ത് കണ്ടുപോല് കണ്ടം വഴി ഞാൻ ഓടിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ നിക്കർ സുനയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക, സ്പോഞ്ച് കാണാൻ റെഡി ആയിട്ടിരിക്കുക.